Hi friends, welcome back to my channel. നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു സ്കിൻ കെയർ ആയിട്ടാണ്. അതായത് പ്രത്യേക ഒരു പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരു നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ സ്കിന്നായിട്ട് നമുക്ക് ഒരുങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു 3 സ്റ്റെപ്സ് ആണ് ഞാൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫേസ് നല്ല ഗ്ലോയിങ് ഓൾ ബോഡി സ്കിൻ കെയർ ആണ് കേട്ടോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാലം ഒക്കെ എങ്ങനെ നമുക്ക് നല്ലൊരു സ്കിൻ കെയർ കൊടുക്കുക, റിങ്കിൾസ് ഒക്കെ മാറ്റി നല്ല ചുളിവൊക്കെ മാറ്റി ക്ലിയർ ആൻഡ് ഗ്ലോയിങ് സ്കിൻ ആക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ള ബ്ലാക്ക് കളേഴ്സും പിന്നെ നമ്മുടെ കഴുത്തിനൊക്കെയുള്ള ബ്ലാക്ക് കളേഴ്സൊക്കെ മാറ്റാൻ നമുക്കിത് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു സ്റ്റെപ്പാണ്. 3 സ്റ്റെപ്സാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാനിവിടെ പറയുന്നത് ഓയിലിംഗ് ആണ്. അതായത് നല്ലൊരു മസാജ് കൊടുക്കുക നമ്മുടെ ബോഡിക്കും അതുപോലെ ഫേസിനും ഒക്കെ ഒരു നല്ലൊരു മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഓയിലാണ് കേട്ടോ. ഓയിൽ ഏത് ഓയിൽ വേണേൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ കോക്കനട്ട് ഓയിലാണ്. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാരണം നല്ല ഈ ആട്ടമൊക്കെ ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് കിട്ടുന്ന വെളിച്ചെണ്ണ എടുക്കുക. ബോട്ടിൽഡ് ആയിട്ടുള്ള വെളിച്ചെണ്ണേനേക്കാളും നല്ലത് നമുക്ക് ആട്ടിയിട്ടൊക്കെ കിട്ടുന്ന നമ്മുടെ നാട്ടിൻ്റെ അടുത്തൊക്കെ നല്ല ചെറിയ സ്ഥലത്ത് നിന്ന് ആട്ടിയിട്ട് ഡയറക്റ്റായിട്ട് വാങ്ങുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് നമുക്ക് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻ കേസ് നിങ്ങൾക്ക് ഫേസിൽ ബദാം ഓയിലുണ്ട്, ഫേസിൽ ബദാം ഓയിൽ ഒഴിക്കുക. ബാക്കി ബോഡിയിലൊക്കെ നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം, എടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാൻ ഇവിടെ കോക്കനട്ട് ഓയിൽ ഫേസിലും ബോഡിയിലും ഒക്കെ എടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കോക്കനട്ട് ഓയിലാണ് ഞാൻ അധികം യൂസ് ചെയ്യാറ്. അപ്പോൾ അതാണ് എടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. ബെസ്റ്റ് സാധനമാണ് നമുക്ക് ഗ്ലോയിങ് സ്കിന്ന് തരുന്നതിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള. ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയോണ്ടാണ് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് നമുക്ക് കയ്യിൽ കുറച്ച് എടുക്കുക. അത് ഫേസിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഫേസും ബോഡിയും ഒക്കെ സോപ്പോ എന്താ നിങ്ങൾ ഉപയോഗിക്കുന്ന ബോഡി വാഷോ ഉപയോഗിച്ച് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ക്ലിയർ ആക്കി എടുക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഈ മസാജ് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫേസിലും കഴുത്തിലും തുടങ്ങാം. ഞാൻ ഫേസിൽ എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടതെന്ന് പറയാം, അതുപോലെ തന്നെ കയ്യിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പോൾ കയ്യിൽ ചെയ്യുന്ന പോലെ തന്നെ കാലിലും ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഓൾ ബോഡി നമ്മൾ ചെയ്യുക. ഫുള്ളായിട്ടൊന്ന് ഓയിൽ ചെയ്ത് നല്ലോണം ഒന്ന് നൗറിഷ് ചെയ്ത് സോഫ്റ്റ് ആൻഡ് ക്ലിയർ ആക്കി മാറ്റാം. എന്നിട്ടാണ് നമ്മൾ സ്ക്രബ് കൊടുക്കുന്നത്, പിന്നെ ഒരു പാക്കും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഇങ്ങനെ എടുക്കുക. ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യം കണ്ടില്ല, കണ്ണിൻ്റെ ഭാഗത്തും ഒക്കെ ചുണ്ടിലും ഒക്കെ യൂസ് ചെയ്യുക, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, കണ്ണിൻ്റെ ഉള്ളിലാവാതെ നോക്കണം, ഒരു ബ്ലറായിട്ട് മാറും. അതുകൊണ്ട് കണ്ണിൻ്റെ ഉള്ളിലായി പോയാൽ കുഴപ്പമൊന്നുമില്ല, ആവാതെ നോക്കാം കേട്ടോ. അപ്പോൾ കണ്ണ് പൂട്ടിയിട്ട് തന്നെ മേലെ ആക്കി കൊടുക്കുക. കണ്ടില്ല, അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ആദ്യം എല്ലായിടത്തും ഓയിൽ എത്തിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫേസ് ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. അതായത് നമ്മുടെ ഫേസ് സാഗ് ചെയ്യുന്നത് കുറയ്ക്കാനുള്ള ഒരു എക്സസൈസ് ആണ് കേട്ടോ. ഇത് മസാജാണ് കേട്ടോ. ഇത് കണ്ടില്ല, ഓക്കെ, ഇങ്ങനെ കൊടുക്കുക. ഈ താടിയുടെ ഭാഗത്ത് കണ്ടില്ല. ഇനി നെറ്റി ഒന്ന് നമ്മൾ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗത്ത് മുതലേ ലിഫ്റ്റ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ ഒരു 10 ടൈംസ് ഒക്കെ ചെയ്യാം. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭാഗം ഇവിടെ ഇങ്ങനെ കൈവെക്കുക. അത് നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വെക്കുക. ഇവിടെ എൻഡിങ് ഇവിടെ ആയിരിക്കണം കേട്ടോ. അതായത് എൻഡിങ് ഇവിടെ ഇങ്ങനെ വരണം, വലിച്ചിട്ട് ഫേസിൻ്റെ സ്കിന്ന്. അപ്പോൾ സ്കിന്ന് വലിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ നിൽക്കുക. ഒന്നെടുക്കാം, 2 എടുക്കാം, ഫേസിൽ ഫുള്ളായിട്ട് ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഈ കൈ മാത്രം എടുക്കാം. അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെക്കുക. അതുപോലെ തന്നെ ഫിംഗർ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്ന് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് വലിക്കണം കേട്ടോ.
ഇനി നമ്മൾ ചെറുതായിട്ടൊരു മസാജ് കൊടുക്കുക ഫേസിൽ ഫുള്ളായിട്ട് ലൈറ്റായിട്ട് കേട്ടോ, മേലോട്ടേക്ക് തന്നെ ഇങ്ങനെ തന്നെ നിങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു മസാജ് കൊടുക്കുക. ഫേസിൽ ബ്ലഡ് സർക്കുലേഷനൊക്കെ നടന്ന് നമ്മുടെ ഫേസൊക്കെ ഒന്ന് നല്ല ഗ്ലോ ആയി കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു ഫ്രഷ് ലുക്ക് തരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുക. കവിളിൽ നിന്ന് മേലോട്ടേക്ക് കയറിയിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടേക്ക് ആ ഒരു രീതിയിൽ തന്നെ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ചെവിയിലും നമ്മളൊന്ന് ചെയ്ത് കൊടുക്കണം. ചെവിയിലൊന്ന് ആദ്യം ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ഓക്കെ. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ സ്പീഡായി കാണിക്കുന്നതെന്നുള്ളൂ, നിങ്ങൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്യണം കേട്ടോ. പിന്നെ നെക്കിൽ മേലോട്ട് തന്നെ ചെയ്യുക കേട്ടോ. ഇങ്ങനെ തന്നെ കുറച്ച് സമയം നമ്മളൊന്ന് ഒരു 60 സെക്കൻഡൊക്കെ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലതാണ്. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഫ്രണ്ടിൽ ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കണം നമ്മൾ ബാക്കിലും ചെയ്യണം കേട്ടോ. ഓക്കെ. അതുപോലെ നമ്മൾ ബാക്കിലോട്ട് നല്ല രീതിക്ക് തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ കയ്യിലും ചെയ്യാം. കയ്യിലും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം കയ്യിൽ നല്ലോണം ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് കയ്യിലെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിക്കാം. അതായത് ബാക്ക്വേർഡ് തന്നെ ചെയ്യണം, അല്ലാതെ മുന്നോട്ട് ചെയ്യാൻ പാടില്ല. അപ്പോഴാണ് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ബാക്കോട്ടേക്ക് വലിഞ്ഞ് നമ്മുടെ കയ്യിലുള്ള ആ ഒരു വിങ്കിൾസൊക്കെ, നമ്മുടെ ചുളിവുകളൊക്കെ ഒന്ന് മാറി ക്ലിയർ ആയി കിട്ടുക കേട്ടോ. അങ്ങോട്ട് തന്നെ വലിച്ചെടുക്കുക. ഇതുപോലെ തന്നെ ചെയ്യാൻ നോക്കാം കേട്ടോ കയ്യിൽ. ഓക്കെ. നമ്മൾ ഓൾ ബോഡി ഇത് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കാലിലും ഇതുപോലെ തന്നെ ചെയ്യാം. എല്ലാ ഭാഗത്തും നമ്മൾ നല്ലൊരു ഓയിൽ മസാജ് ബോഡിയിൽ ഫുള്ളായിട്ട് കൊടുക്കുക കേട്ടോ. അത് നല്ലൊരു ഫ്രഷ് ആയിട്ട് നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ നടന്ന് നല്ലൊരു ഗ്ലോയിങ് ആയിട്ടുള്ളൊരു സ്കിന്നും നല്ലൊരു സോഫ്റ്റ് ആൻഡ് സപ്പിളായിട്ടുള്ളൊരു സ്കിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ തന്നെ ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യുക. കൈയിൻ്റെ എല്ലാ ഭാഗവും, കൈയിൻ്റെ ഇവിടെ ആയാലും. പിന്നെ നമ്മുടെ ഈ ഒരു പോയിൻറ്റ്സ് ഉണ്ടല്ലോ, കൈയിൻ്റെ എല്ലാ പോയിൻറ്റ്സിലും ഓരോ മസാജ് കൊടുക്കുക കേട്ടോ. അതായത് ഫിംഗേഴ്സിലും, പിന്നെ കണ്ടില്ലേ ഫിംഗേഴ്സിൽ നമ്മുടെ നഖത്തിനൊക്കെ നല്ലൊരു ഗ്ലോ ആവാൻ, അതായത് നഖം നല്ല അവിടെ എന്തെങ്കിലും അതായത് ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും, പിന്നെ ഈ ഒരു പോയിൻറ്റിലൊക്കെ നല്ലൊരു മസാജ് കൊടുക്കുക കേട്ടോ. അത് അത്യാവശ്യമാണ് കയ്യിൽ. അതുപോലെ തന്നെ അവിടെ കണ്ടില്ലേ ഈ ഒരു പോയിൻറ്റ്സിലെല്ലാം നമുക്കൊരു നല്ലൊരു മസാജ് തന്നെ കൊടുക്കുക കേട്ടോ. സർക്കുലർ മോഷനിൽ തന്നെ കൊടുക്കാൻ നോക്കാം. നല്ല രീതിയിൽ തന്നെ കൊടുക്കണം, സർക്കുലർ മോഷനിൽ തന്നെ കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലുള്ളതുപോലെ തന്നെ 2 കൈയും കൂടെ ചെയ്യാം. ഓക്കെ. ഇനി നമ്മുടെ കൈ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ഉള്ളിലും ഉള്ളം കൈയിലൊക്കെ നല്ലൊരു ഓയിൽ എത്തുന്ന വിധത്തിൽ ഒരു മസാജ് കൊടുക്കുക കേട്ടോ. അല്ലേ, ഇതുപോലെ തന്നെ മറ്റേ കൈയും കൂടെ ചെയ്യാം. ഓക്കെ. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ എൽബോയിലുള്ള ആ ഒരു ഡാർക്ക് സർക്കിളിൻ്റെ ഭാഗത്തൊക്കെ നല്ലൊരു മസാജ് കൊടുക്കാം. എങ്കിൽ നമ്മളത് സ്ക്രബൊക്കെ കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അവിടെയുള്ള ഡെഡ് സ്കിന്നൊക്കെ മാറാൻ നമുക്ക് ഹെൽപ്പാവും കേട്ടോ. അപ്പോൾ ഓയിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ചുളിവുകളൊക്കെ മാറാനും, അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ടൈറ്റൻ ആവാനും, പിന്നെ അതുപോലെ തന്നെ ഒന്ന് നല്ലൊരു മോയ്സ്ചറൈസ്ഡ് ആവാനും ഒക്കെ ഹെൽപ്പാണ്. അപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ 2 കൈയും ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു കൈ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ ഭാഗവും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് ചുണ്ടിലും ചെയ്ത് കൊടുക്കുക. നല്ലൊരു മസാജ് ചുണ്ടിലും കൊടുക്കുക കേട്ടോ. ഒന്നാമത് നമ്മുടെ ഇപ്പോൾ നല്ല തണുപ്പുള്ള സമയമാണ്. അപ്പോൾ ചുണ്ടിലുള്ള ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല ഹെൽപ്പായിരിക്കും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ലിപ്പ് നല്ലൊരു ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ട് 2 ഫിംഗേഴ്സ് ഉപയോഗിച്ച് ഇങ്ങനെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കാണ്ടില്ലേ. ഓക്കെ. അതുപോലെ തന്നെ താഴെ ചുണ്ടും ഒന്ന് ഇങ്ങനെ അങ്ങോട്ടേക്ക് വലിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചുണ്ടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നല്ല ഡ്രൈയിങ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവും. അവിടെയൊക്കെ നമ്മൾ കൈ ഉപയോഗിച്ച് നല്ലോണം ഓയിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്ത് ഓയിൽ വെച്ചിട്ട് കണ്ടില്ലേ. അപ്പോൾ അവിടെയുള്ള സ്കിന്നൊക്കെ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ ഹെൽപ്പായിട്ട് വരും കേട്ടോ. ഇങ്ങനെ കൊടുക്കുക, ഇങ്ങനെ കൊടുക്കുക,
അതൊക്കെ നമ്മുടെ കണ്ണിൽ നല്ലൊരു എന്താ പറയുക, ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ഫേസിനായാലും കണ്ണായാലും ഒക്കെ കിട്ടുമ്പോൾ നമ്മുടെ ഫേസ് ഗ്ലോയിങ് ആയിട്ട് വരും. അടുത്ത സ്റ്റെപ്പ് നമുക്ക് സ്ക്രബായിട്ട് കാണാം. അടുത്ത വീഡിയോനായിട്ട് കാത്തിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ, അതായത് നമ്മുടെ സ്ക്രബിങ്ങും പാക്കൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, ബൈ 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 ബൈ.